ഫുഡ് ഹണ്ട് സീരീസ് ഐ ഡോണ്ട് നോ. അപ്പോൾ ദുബായിലുള്ള അടുത്തൊരു ഫുഡ് സ്പോട്ടായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആൻഡ് ഇന്ന് ഇന്ത്യനും ചൈനീസും ഒന്നുമല്ല, ഞങ്ങൾ തായിലാണ് കയറി പിടിച്ചിരിക്കുന്നത്, അതും കരാമ. ഇപ്പം തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, കൗസോയി എന്ന് പറഞ്ഞിട്ടുള്ള കരാമ ഉള്ള റെസ്റ്റോറൻ്റാണ്. റീൽസിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ആൻഡ് നമ്മൾ ഇന്ന് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ നല്ല മഴയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അൽനാദയാണ് ഉള്ളത്. അവിടെ നിന്ന് ഞാൻ കരാമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഓൾറെഡി ഫുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനിരുന്നു. മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ലക്കി ആണെങ്കിൽ മാത്രമേ മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടത്തുള്ളൂ എന്ന്. പക്ഷേ ഞങ്ങളെന്തോ അൺലക്കി ഡേ ആയിരിക്കാം, ഞങ്ങൾക്ക് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്ന് വന്നിട്ട് സ്റ്റാർട്ടറായിട്ടൊരു മഷ്റൂമിൻ്റെ ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മഷ്റൂം അങ്ങനെ കഴിക്കാത്ത ഒരാളാണ് കേട്ടോ. പക്ഷേ ഈ സാധനം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഇത് വന്നിട്ട് ഭയങ്കര ക്രിസ്പി ആയിരുന്നു. ആൻഡ് അതിൻ്റെ അടിയിൽ ആ ഒരു ബുഷ് പോലത്തെ സ്ഥലത്ത് മാത്രമേ കുറച്ചൊരു ഫ്ലഷിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയിരുന്നു. ആ സോസിൽ മുക്കി കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നോ. പിന്നെ ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് പോയി. കുക്കി ഓർഡർ ചെയ്തത് ഇവിടുത്തെ മെയിനായിട്ടാണ് കൗസോയി എന്ന് പറഞ്ഞിട്ട്. ഞാൻ വേറൊരു സാധനമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൗസോയി ഈസ് ഓക്കെ ഫൈൻ. പിന്നെ എൻ്റെത് വന്നിട്ട് എനിക്ക് ഭയങ്കര പ്ലെയിൻ ടേസ്റ്റായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം സൈഡിൽ അവിടെ കുറച്ച് സോസസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഭയങ്കര പ്ലെയിൻ ആയതുകൊണ്ട് സ്പൈസി എടുത്തത്. പക്ഷേ ആ സ്പൈസ് ഭയങ്കര കൂടിപ്പോയി. അപ്പോൾ എരിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ നമുക്ക് വൺ ടൈം വന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം ട്രൈ ചെയ്യാനായിട്ട് ഇറ്റ്സ് ഫൈൻ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ദേര സിറ്റി സെൻറ്ററിലേക്ക് വന്നു. അവിടെ എത്തിയപ്പോൾ നമുക്ക് തണുത്തത് എന്തെങ്കിലും കഴിക്കാൻ ഇങ്ങനെ ഭയങ്കര ഒരു ക്രീവിങ് പറയില്ലേ. അപ്പോൾ നമ്മൾ ഹെൽത്തി സൈഡ് പിടിച്ചു. അക്കായി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഭവം എനിക്ക് എന്താ പറയുക, നമ്മളുടെ ആ ഒരു യോഗർട്ട്, ഫ്രോസൺ യോഗർട്ടൊക്കെ കഴിക്കില്ലേ, അപ്പോൾ അതേപോലത്തെ ഒരു ഫീലാണ് കിട്ടിയത്. എനിക്ക് അത് തന്നെയാണ്, എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാനും അറിയത്തില്ല. ഇത് കുക്കിയുടെ ചോയ്സാണ്. അവൾ ഹെൽത്തി സൈഡാണ് എല്ലാം പിടിക്കുന്നത്. അപ്പോൾ അവളുടെ സെലക്ഷനായിരുന്നു ഇത്. ആൻഡ് സംഭവം ടേസ്റ്റ് ഉണ്ടായി. പക്ഷേ എന്താ പറയുക, ഇതേപോലെ കുഞ്ഞി പോളിന് കുറച്ച് പ്രൈസിയാണ്, പക്ഷേ എന്താ നൈസായിരുന്നു. പിന്നെ ഡിന്നറിന് ഞങ്ങളിവിടെ അല്ലാതെ തന്നെയുള്ള KFCയിൽ പോയിട്ട് ബക്കറ്റ് ചിക്കൻ വാങ്ങിയിട്ട് കഴിച്ചു. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ഫുഡ് വ്ളോഗ്.